ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയായിട്ടാണ് ഈ പ്രദേശത്ത് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതൊക്കെ വളരെയേറെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ദൈവം ഈ ദേശത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ധർമ്മത്തിൽ ഞാൻ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളത്തെ കുറിച്ച് വളരെ സന്തോഷം വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം നമ്മളെല്ലാവരും ഓണം ഇവിടെ ആഘോഷിക്കുക. നമ്മൾ പറയുന്ന കാര്യമുണ്ട്, പണ്ട് ഒരു മഹാബലി എന്ന് പറയുന്ന മനുഷ്യരിവിടെ പാർത്തിരുന്നു. അദ്ദേഹം രാജാവായിട്ട് ഇവിടെ ഭരിച്ചിരുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കഥയായി ചരിത്രമായി മുന്നോട്ട് കടന്നു പോകുകയാണ്. എന്നാൽ ആ സമയത്ത് എല്ലാവരും ഊഞ്ഞാല് കെട്ടിയും അത്തപ്പൂക്കളെ വിട്ടു അങ്ങനെ സമൃദ്ധ നാടിനു വേണ്ടി നാം എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞത് ഒരു ഭ്രാന്താരമായി മാറിക്കഴിഞ്ഞില്ലേ? പത്രമെടുത്ത് വായിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ, ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കൂടി കേൾക്കുന്ന വാർത്തകൾ കേട്ട് ഞെട്ടിപ്പോകുന്ന സംഭവങ്ങൾ. 13 വയസ്സുള്ള കുഞ്ഞ് സ്വന്തം വല്യപ്പനെ കൊല്ലുവാൻ കൊട്ടേഷൻ കൊടുത്ത സ്ഥലമാണ് കേരളം. സ്വന്തം അപ്പനെ അമ്മനെ ഒരു ദാക്ഷിണ്യം കൂടാതെ വെട്ടിക്കൊന്ന മകൻ താമസിക്കുന്ന നാടായി നമ്മുടെ കേരളം മാറിയില്ലേ? ചെറുപുഴയിൽ ഇന്നലെ കേൾക്കൊണ്ട വന്നു, ഒരു മാതാവിനെ സ്വന്തം മകൻ വെട്ടിക്കൊന്നു കേൾക്കൊണ്ട വന്നു. അങ്ങനെയാണെങ്കിൽ കേരളം ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഈ സമയത്ത് ചോദിക്കട്ടെ, എവിടെയാണ് മനുഷ്യന് സമാധാനമുള്ളത്? എവിടെയാണ് സന്തോഷ സമൃദ്ധിയുള്ളത്? ഇന്ന് പകൽ ഒന്ന് മറന്നുപോകാതെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഇതിന്റെ എല്ലാം പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു മദ്യത്തിനടിമയായി അല്ലെങ്കിൽ ലഹരിക്കടിമയായി അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. തുഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് അനേകരെ കഞ്ചാവിന്റെ അകത്തുനിന്ന് പിടിച്ചു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുന്നു, അനേകം അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പോലീസ് അധികാരികളും എക്സൈസ് അധികാരികളൊക്കെ ചേർന്ന് നടത്തുന്നുണ്ട്. വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. കാരണം ഇതെല്ലാം പിടിച്ച് നശിപ്പിച്ചു കളയണം, അല്ലെങ്കിൽ നമ്മുടെ തലമുറ വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ മദ്യം നിർത്തുന്ന മനുഷ്യൻ അല്ലെങ്കിൽ പോലീസ് കൊടുക്കുന്ന പെറ്റി കേസ് കൊണ്ടോ അവൻ നടക്കുന്ന അടി കൊണ്ടോ അല്ലെങ്കിൽ അവനെ ജയിലിട്ടോർത്തോണ്ടോ അവന് മദ്യപാനത്തിന്റെ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ആ ജയിലിൽ കിടന്ന് 2 ദിവസം പുറത്തിറങ്ങുമ്പോൾ മദ്യപാനം നിർത്തി ഇറങ്ങി വരും. 3-ാമത്തെ ദിവസം അവൻ പിന്നെയും മദ്യത്തിന് ആശ്രയിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ നല്ല യൗവനക്കാരൻ മനുഷ്യൻ എന്നോട് ചോദിച്ചു, പ്രിയ സഹോദര, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ മദ്യപാനം നിർത്തുവാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി ഇഷ്ടം പോലെ ഡോക്ടറെ എന്നോട് അഡ്മിറ്റ് ചെയ്യണം. ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് താൻ വൈകിട്ട് വരെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു മദ്യപാനത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി. എന്നാൽ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അടുത്ത ബീവറേജിൽ പോയി മദ്യം മേടിച്ച് കുടിച്ചിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വന്നത്. സ്നേഹിത, പറയട്ടെ സ്വന്തമായിട്ട്, ഇന്ന് പകൽ ഇതെല്ലാവർക്കും പറയാൻ കഴിയും. എന്നാൽ യഥാർത്ഥമായിട്ട് നിന്റെ ജീവിതത്തിനകത്ത് മദ്യത്തോടും കഞ്ചാവിനോടും MDMAയോടൊക്കെ വിട പറയണമെങ്കിൽ ഒരു കാര്യം മറക്കരുത്, പോലീസ് നടക്കുന്ന അവർ ലാത്തി ചാർജ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പെറ്റി കേസ് കൊണ്ടോ അവർ നിനക്ക് തന്നെ കോടതി കൊണ്ട കേസ് ഫയൽ ചെയ്തുകൊണ്ടോ ജയിലിനകത്ത് അടച്ചത് കൊണ്ടോ മദ്യത്തിൽ നിന്നൊക്കെ വിടുതൽ കഴിയയില്ല. എന്നാൽ ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം?
ഉത്തരം നല്ല വാർത്തയാണ്. സുവിശേഷം സുവിശേഷം ഒരു മാർഗമാണ്. എന്താണ് ആ മാർഗം? ജീവിതത്തിനകത്ത് സമാധാനം തരുന്ന മാർഗം, സന്തോഷം തരുന്ന മാർഗം, അപ്പനെയും അമ്മയെയും ഒക്കെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇവിടുത്തെ പല രാജാക്കന്മാരും പല അധികാരികളും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. കാരണം അദ്ദേഹം മഹാന്മാർ വാണിരുന്ന നാടാണ് നമ്മുടെ കേരളം. കേരളത്തില് ഒത്തിരി സന്തോഷങ്ങളുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കേരളം വലിയ വിദ്യാഭ്യാസത്തിന് ഒന്നാം സ്ഥാനം, അങ്ങനെ എല്ലാ കാലത്തിലും സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം, അങ്ങനെ കേരളം എല്ലാ സ്ഥലത്തും മുൻപന്തി നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യമാർക്കുണ്ട്, കൊലക്കേസിനകത്തും കഞ്ചാവ് കേസിനകത്തും അങ്ങനെ വലിയ ദുഷ്കള്ളന്മാരും പാർക്കുന്ന സ്ഥലത്ത് നമ്മുടെ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് നമുക്കൊരു മാറ്റം ആവശ്യമല്ലേ? അവിടെ നിന്നൊരു മാറ്റം വന്നേ മതിയാകൂ. അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് കവനതോറും ഗ്രാമങ്ങൾ തോറും അതേ സ്ഥലങ്ങൾ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ യേശു ആരാണ് എന്നുള്ള ചോദ്യത്തിന് അനേക ഉത്തരങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഞാൻ പെട്ടെന്ന് വാക്കുമൊത്തം ആഗ്രഹിക്കാം. യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ പറയാൻ കഴിയും. യേശുവിനെ കുറിച്ച് കാര്യങ്ങൾ മാലാഖമാർ യേശുവിന്റെ ജന്മസമയത്ത് പാടിയതിങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. യേശുവിന്റെ ജനനം ഒറ്റ കാര്യമുള്ളൂ, നിന്റെ ജീവിതത്തിന് ഒരു സമാധാനം വരാനാ, നിന്റെ കുടുംബത്തിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ബേത്ലഹേമിൽ ജനിക്കുവാനാണ് വന്നത്. യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. എന്നാൽ യേശുവിന്റെ ജനനം അത്ഭുതമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഡിസംബർ 25-ാം തീയതി അനേകർ നമ്മളെല്ലാവരും അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെല്ലാവരും ആഘോഷിക്കും, ലോകം മുഴുവനും ആഘോഷിക്കുക. എങ്ങനെ ആഘോഷിക്കുന്ന അറിയാമോ? അനേകർ പൂക്കോടുകൾ കെട്ടി നക്ഷത്രങ്ങൾ തൂക്കി യേശുവിന്റെ ജനനം ആഘോഷിക്കുക. എന്നാൽ ക്രിസ്തുമസ് കഴിഞ്ഞടുത്ത ദിവസം പത്രത്തിൽ വരുന്ന വാർത്ത ഇങ്ങനെയായിരിക്കും: ക്രിസ്തുമസ് ആഘോഷിച്ച കാരണത്താൽ 2000 കോടി രൂപയുടെ മദ്യം കുടിച്ചെന്ന്. സ്നേഹിതരെ പറയട്ടെ, യേശു നിന്റെ കുടുംബത്തിനകത്ത് ജനിച്ചാൽ, യേശു നിന്നിൽ ജനിച്ചാൽ നീ മദ്യത്തോട് വിട പറയും. ഇന്ന് പകൽ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനി എന്ന പേരില് യേശുമായിട്ടൊരു പുനബന്ധം പോലും നിനക്കില്ലെങ്കിൽ ഇന്ന് പകൽ യേശു നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ജനിക്കണം. യേശു നിന്നിൽ ജനിച്ചാൽ നീ മദ്യത്തോട് വിട പറയും, നീ കഞ്ചാവിനോട് വിട പറയും, നീ ഇരട്ടുണ്ടോ മാരകമായ വിഷങ്ങളോട് നീ വിട പറയണമെങ്കിൽ യേശു നിന്നിൽ ജനിക്കണം. യേശുവിന്റെ ജനാത്ഭുതമായിരുന്നു. അങ്ങനെ യേശു ഏകദേശം 33 വയസ്സ് വരെ യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. അതിനുശേഷം കർത്താവ് യേശു അനേക അത്ഭുതങ്ങൾ, കർത്താവ് ജീവിക്കുന്ന സമയത്ത് അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് യേശു തന്റെ പരിസ്ഥിതി ഈ ദേശത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു വചനം ഇങ്ങനെ പറയുന്നു: ഒരിക്കൽ ന്യായവിധിയും ഒരിക്കൽ ഒരു മരണവും പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഈ ദേശത്തോട് ശാന്തമായി ദൈവം ഒരു കാര്യം പറയാം. വിശുദ്ധ തിരുവചനം അടിവരയിട്ട് ഉറപ്പിച്ചു പറയുകയാണ്: ഒരിക്കൽ ഒരു മരണം, അതിനുശേഷം ഒരു ന്യായവിധിയുമുണ്ടെന്ന കാര്യം ഇന്ന് പകൽ ദേശം മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് ഈ വാക്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി തോന്നാം? ശരിയല്ലേ? പത്രമെടുത്ത് വായിക്കുന്ന ഇങ്ങനെയല്ലേ: സ്വന്തം ഭാര്യനെ വെട്ടിക്കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പിറ്റേ ദിവസം പോലീസുകാര് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോ അത് അപ്പുറത്തെ മുറിക്കകത്ത് ഫാനിൽ കെട്ടി തൂങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ കാണാം. ഇനി
ആര് കേസെടുക്കും? ചോദിക്കൂലേ? ഇനി കേസെല്ലാം തള്ളിപ്പോകും. പക്ഷെ ഒരു കാര്യം പറയാം, ഈ ലോകത്തെ കോടതിയിൽ നിന്ന് ചിലപ്പോൾ നിനക്ക് രക്ഷപ്പെടാം. പക്ഷേ ഇന്ന് പകൽ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ഒരിക്കൽ നീ നിൽക്കേണ്ടി വരുമെന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. ഇന്ന് പകൽ ഈ മഴ സമയത്ത് ഞങ്ങൾ കൊടയും ചൂടി നിന്നുകൊണ്ട് ഈ ദേശത്തോട് വിളിച്ചു വന്ന കാര്യമുണ്ട്. ഇന്ന് പകൽ നീ ഒത്തിരി കള്ളത്തരം കാണിച്ചിട്ടും ചിലപ്പം കോടതി കേസിനാൽ ചിലപ്പോൾ സാക്ഷി നിന്നെ മാറ്റി പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. ഇവിടുത്തെ കോടതി രക്ഷപ്പെടാം. പക്ഷേ ഒരിക്കൽ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ നീ നിൽക്കേണ്ടി വരുമെന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. അതിനു മുമ്പ് ഇന്ന് പകലിന് നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ ഇന്ന് പകലിന് ആ യേശുവിലേക്ക് ഇന്ന് പകലൊന്ന് തിരിയാൻ തയ്യാറായാൽ നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ആ യേശുവിലേക്ക് ഇന്ന് പകൽ ഹാർദമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാ. നിനക്കറിയാമോ ഇവിടുത്തെ കോടതി പറയുക, ഇന്ന കേസിന്റെ ആളെ സാക്ഷി തെറ്റ് അല്ലെങ്കിൽ സാക്ഷിയിൽ നിന്ന് തെളിവെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ കേസ് വെറുതെ വിട്ടിരിക്കുക. പക്ഷേ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ സാക്ഷികൾക്ക് ഇത്തിരി പൈസ കൊടുത്താൽ അവർ പറയും ഇല്ല, ഈ കേസ് വേണമെങ്കിൽ അവർ തള്ളിക്കളയും. അവർ പറയും ഈ കേസിന് ഇവിടെ ഇല്ലെന്ന് വേണം അവർക്ക് പറയാം. പക്ഷേ ദൈവം തമ്പുരാന്റെ മുമ്പിൽ സാക്ഷിക്ക് വിളിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ തിരുവചനം പറയുന്നു, അവിടെ മേളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ദിവസമായി ഞാൻ ഒരുമിച്ച് ഈ ദേശത്ത് മഴ നനഞ്ഞ് ഈ ദൈവം സംസാരിക്കുമ്പോൾ ഈ വചനം യേശുവിന്റെ സുവിശേഷം ആരും കേട്ടില്ലെന്ന് ഇവിടെ ആരും പറയരുത്. കാരണം ഈ നിൽക്കുന്ന മണ്ണ്, ഞങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ്, ഇവിടെ കിടക്കുന്ന കല്ലുകൾ അവസാനത്തെ സാക്ഷ്യം പറയും. അതിനു മുമ്പ് ഇന്ന് പകൽ യേശുവിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ എത്ര പേര് തയ്യാറാകും? ഒരു പാവിയായ മനുഷ്യനാണെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് ഒന്ന് ഏറ്റുപറയാൻ തയ്യാറാകും? അതുകൊണ്ട് ഒരു കാര്യം പറയുകയാ, ഇന്ന് പകൽ സ്നേഹിത അല്പനേരത്തെ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നീ ആത്മഹത്യ ചെയ്താൽ നിന്നെ പോലെ അരിഷ്ടനായ ഒരു മനുഷ്യൻ വേറെ ആരുമില്ല. ഒരിക്കൽ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ നീ നിൽക്കേണ്ടി വരും. അതിനു മുമ്പ് ഇച്ചിരി കഷ്ടത വന്നാലും വേദന വന്നാലും നിന്റെ ജീവിതം നീ വെറുതെ നശിപ്പിച്ചു കളയരുത്. നിന്റെ ജീവിതം നശിപ്പിച്ചു കളയരുത്. അതിനു മുമ്പ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമെങ്കിൽ സ്നേഹിത നീ ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല. ഇന്ന് പകൽ ദേശത്തെ ശക്തമായി വിളിച്ചു പറയുക. നിനക്കറിയാമോ കർത്താവ് യേശു ഈ ഭൂമിയിൽ 33 തിരുവയസ്സുവരെ ജീവിത കർത്താവ് യേശു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ട് യേശു മരിക്കണം അറിയണം. ഇന്ന് പകൽ ദേശത്ത് പറയട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് യേശു മരിക്കണമെന്ന് നിങ്ങൾ പ്രസംഗിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മനുഷ്യരെല്ലാം പാപികളാണെന്ന് സ്വയം സമ്മതിക്കുകയാണ്. ഇസ്ലാം വേദം പറയുന്നു, ഇബ്ലീസിന്റെ കുത്ത് ഏൽക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദുനിയാവിലില്ല. പറയുക തമസ്സോമ ജ്യോതിർഗമയ മൃത്യുമ അമലംഗമയെന്ന് ഹൈന്ദവ വേദം വിളിച്ചു പറയുമ്പോൾ വിശുദ്ധ തിരുവചനം അതിന്റെ തലനേരെ ശൈലി പദ്ധതി ഇങ്ങനെയാണ്: എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇന്ന് പകലിന് പാപമെന്ന വാക്ക് ബൈബിളിന്റെ മാത്രം പുസ്തകമല്ല സ്നേഹിത. എല്ലാ മതങ്ങളും കണ്ടും കേട്ടും പഠിച്ചും വരുന്ന കാര്യമാണ് പാപം. ചില ആൾക്കാർ ചോദിച്ചു, പറഞ്ഞു മനുഷ്യരെ എങ്ങനെ പാപി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? പറയാം. ഞാൻ ചോദിക്കുന്നത്, സ്വന്തം മാതാവിനെയും പിതാവിനെയും വെട്ടിക്കൊന്നവനെ പിന്നെ എന്തോ വിളിക്കും? സ്വന്തം മാതാവിനെ അടിച്ചു കൊന്നവനെ പിന്നെ എന്തോ വിളിക്കും? സ്വന്തം കുഞ്ഞിനെ കടലിലെറിഞ്ഞു കൊണ്ട ആ മാതാവിനെ എന്തോ വിളിക്കും? പാപി. മനുഷ്യരെല്ലാം പാപികളോ? ആ പാപത്തിൽ നിന്ന് നമ്മൾ തിരിഞ്ഞെങ്കിലും മാത്രമേ നമ്മുടെ കുടുംബത്തിൽ സമാധാനം വരികയുള്ളൂ. ഇന്ന് പകൽ പാപത്തിന്റെ ശമ്പളം നീ മരിക്കണമെന്നുള്ളതാണ്. ഇന്ന് പകൽ ദേശത്തോട് ശാന്തമായി പറയട്ടെ, നീ പാപത്തിന് അടിമയാണെങ്കിൽ പാപത്തിന് ശമ്പളം മരണമോ? എന്നാൽ ആ മരണത്തിൽ നിന്ന് പാപത്തിന് ശമ്പളമായ മരണത്തിന് വെടിയിട്ടാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. ഇന്ന് പകൽ പാപത്തിന്റെ അകത്ത് ജീവിക്കുന്ന എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പാപത്തിന് ശമ്പളം മരണമാണെന്ന് നിയമം നിലനിൽക്കുമ്പോൾ ഇന്ന് പറയാം, യേശുവിനെ
യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വായ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ഇന്ന് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് ഞങ്ങളുടെ സന്തോഷം. അതുകൊണ്ടല്ലേ ഈ ദേശത്തൊക്കെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചങ്കുറപ്പോടെ ആവേശത്തോടെ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് നമ്മുടെ ആവേശം അതാണ്. തീർന്നില്ല. അങ്ങനെ യേശുവിനെ ഗെത്സമനയിൽ വെച്ച് യേശുവിനെ അവർ പിടിച്ചു. തന്റെ ശിഷ്യനായ യൂദാസ് യേശുവിനെ ഒറ്റുകൊടുത്തു. യേശുവിനെ ചുമരെ ഒറ്റുകൊടുത്തുകൊണ്ട് യേശുവിനെ ഗെത്സമന മുതൽ യേശുവിനെ വെത ആരംഭിച്ചു. അങ്ങനെ 4 കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. ഒരു കോടതിയും യേശുവിനെ വലിയ കുറ്റവും കണ്ടില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇന്ന് പകൽ യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിനെ കുറിച്ച് പാടാൻ പ്രസംഗിക്കാൻ ഞങ്ങളുടെ ചങ്കുറ്റമെന്ന് പറഞ്ഞാൽ 4 കോടതിയിൽ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കോടതിയും യേശുവിനെ മേൽ കുറ്റവും കണ്ടില്ല. അവസാനം അവരെല്ലാം യേശുവിനെ ക്രൂശിക്കണം. എന്തിന് യേശുവിനെ ക്രൂശിക്കണം? ഇന്ന് പകൽ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു കാര്യം ചോദിക്കട്ടെ സ്നേഹിത, പീലാത്തോസിന്റെ ഗവത എന്ന കൽത്തളമുണ്ട്. ഒരു മനുഷ്യൻ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവനെ റാ പോലെ അവിടെ വളർച്ചു നിർത്തും. അവന്റെ പുറത്ത് ശാഷ്ടവർഗ ആഞ്ഞുപതിക്കും. ചൂണ്ടകളും ഈയക്കട്ടകളും അസ്ഥി കഷ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞ 2 ചട്ടവറുമായി 2 പേർ കടന്നു വന്നു. യേശുവിന്റെ പുറത്ത് ചട്ടവർ ആഞ്ഞുപതിച്ചു. 139 അടി യേശുവിന്റെ പുറത്ത് ആഞ്ഞുപതിച്ചു. ഈ അടിയെല്ലാം യേശുവിനെ പുറത്തു വീഴുമ്പോഴും യേശുവിന് പ്രാർത്ഥനയുണ്ട്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. തീർന്നില്ല. അതിനുശേഷം യേശുവിനെ അവന്റെ മുഖത്തൊരു കറുത്ത തുണി കെട്ടിയിട്ട് മുഷ്ടി ചുരുട്ടി യേശുവിന്റെ മുഖത്തിടിച്ചു. അവന്റെ മുഖത്ത് അവർ തുപ്പി. അവിടെ ചെമ്പു നാണയങ്ങൾ കൂട്ടിപ്പിടിച്ച് യേശുവിനെ താഴ്വര പിടിതെടുത്തു. അതിനുശേഷം മുള്ളുകൊണ്ടൊരു കിരീടമുണ്ടാക്കി യേശുവിന്റെ തലയിൽ അവർ വെച്ചു. എന്നിട്ട് ഒരു പച്ച പൈമര കുരിശുമായി അതാ യെരൂശലേം തെരുവീതിയിൽ കൂടി കടന്നുപോകുന്നവരെ കണ്ടോ? ഇന്ന് പകൽ ക്രിസ്ത്യാനിയെ നീ എന്ന് പേരഭിമാനിക്കുമ്പോൾ, എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും നീ ഇങ്ങനെയൊക്കെ യേശു ചെയ്യുന്ന നീ വിശ്വസിച്ച് നടക്കുമ്പോൾ അല്ല, ഇന്ന് പകൽ ശങ്കുറപ്പോടെ പറയാം, അതാ യേശുലേം തെരുവീതിയിൽ കൂടി പച്ച പൈമര കുരിശുമായി വീണ്ടും എഴുന്നേറ്റും കടന്നുപോകുന്നവരെ കണ്ടോ? അവന്റെ പേരാ യേശു. ഇന്ന് പകൽ നീ ചോദിച്ചില്ലേ യേശു ആരാണെന്ന്? കണ്ടോ? പച്ച പൈമര കുരിശുമായി യെരൂശലേം തെരുവീതിയിൽ കൂടി വീണ്ടും എഴുന്നേറ്റു കടന്നു പോകുകയാ. തീർന്നില്ല. കടന്നു പോകുന്ന വഴിക്ക് അനേകർ യേശുവിനെ അനുഗമിച്ചു. അനേകർ അവനെ പരിഹസിച്ചു. അനേക സ്ത്രീകൾ യേശുവിന്റെ ഒപ്പം കരഞ്ഞുകൊണ്ട് അവിടെ ചെന്നു. കരയുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, പിന്നെയോ ആരെ ചൊല്ലി കരയണം? യേശു ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട, പിന്നെയോ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. ഇന്ന് പകൽ പത്രം വായിച്ചേ സ്നേഹിത, പത്രം വായിച്ചു നോക്കണം. എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്ര പേരാണ്. കണ്ടില്ലേ, 13 വയസ്സുള്ള കുഞ്ഞ് സ്വന്തം വെല്ലിപ്പനെ കൊന്ന കൊട്ടേഷൻ കൊടുത്തെന്ന്. നമ്മുടെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാ? ഇന്ന് പകൽ ഞാൻ പറയും, അവർക്ക് വിദ്യാഭ്യാസത്തിന് കൊടുത്തില്ലെങ്കിലും, അവർക്ക് വേണ്ടി ഒത്തിരി ബാലൻസ് ഉണ്ടാക്കിയില്ലെങ്കിലും, ഇന്ന് പകൽ തലമുറയ്ക്ക് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കട്ടെ. തലമുറയ്ക്ക് വേണ്ടി ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദേശമേ തയ്യാറായേ മതിയാകൂ. നിങ്ങൾക്കറിയാമോ, MBBS പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, നേഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, 10 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. എന്താ കാരണം? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞ് കരയണ്ട. ഇന്ന് പകല് നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ രക്ഷാസന്നിഗ്ധമായി ഞങ്ങൾ വിളിച്ചു പറയണം. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് കടന്നുപോയി ഗോഗോത്ത എന്ന സ്ഥലത്ത്, തലയുടെ എന്ന സ്ഥലത്ത്, ഗോഗോത്ത എന്ന സ്ഥലത്ത് 2 കള്ളന്മാരും നടുവിൽ കർത്താവ് യേശുവിനെ അവർ ക്രൂശിച്ചു.
മൂന്നാളിമേൽ കിടക്കുന്ന യേശുവിനെ കണ്ടോ? ആ കിടക്ക് കണ്ടപ്പോൾ ഒരു ഭക്തപാടി ഇങ്ങനെയാണ്: കാൽവറി മാലമേൽ നോക്കുനീ കഗരം ചേർന്നിതാ അണിമേൽ തൂങ്ങുന്നു പാപത്തിൽ ജീവിക്കുന്നവനെ നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രണ്ട് കള്ളന്മാരും നടുവി അതാ യേശു കിടക്കുകയാണ്. തലയിൽ മുൾക്കിരീടം വെച്ചുകൊണ്ട് ശരീരം മുഴുവനും മുറിവ് ഏറ്റവനായി തന്റെ ശരീര സകല രക്തവും ഇവിടെ ഉറ്റിക്കിടന്നുകൊണ്ട് യേശു കടന്നു പോവുകയാണ്. ഇന്ന് പകൽ ഒരു നിമിഷം ആ യേശുവിലേക്ക് ഒന്ന് കടന്നു ചിന്തിച്ചേ. ഇന്ന് പകൽ യേശുവിനൊക്കെ വേണ്ടി സഹിച്ചത് എന്തിനാ? ഇന്ന് പകൽ പരമസമ്പന്നനായിരുന്നവൻ അവൻ ദരിദ്രനായി ഈ ഭൂമിയിൽ വന്നിട്ട് അവനെ ഒരു ദോഷവും കൂടാതെ അടിച്ച് ഇടിച്ച് തകർത്ത് കിടന്നിട്ടും യേശു പറഞ്ഞ കാര്യമുണ്ട്: പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഒരു കള്ളനെ എടുത്തു, ഒരു കള്ളനെ വലുതുമായി ക്രൂശിച്ചു, ഒരു കള്ളനെ യേശുവിനെ പരിഹസിച്ചു, ഒരു കള്ളൻ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. പറഞ്ഞു: പ്രഭു അങ്ങ് രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു. യേശു പറഞ്ഞു: ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. അങ്ങനെ യേശു ഉറക്ക വിളിച്ച് പ്രാണനെ വിട്ടു. എന്താണ് യേശു ഉറക്ക വിളിച്ചതെന്ന് പറയാമോ? ഇന്ന് പകൽ ഈ 10-ാം മൈൽ ദേശത്തോട് വിളിച്ചു പറയുകയോ എന്താണ് യേശു ഉറക്ക വിളിച്ചു പറഞ്ഞ് പ്രാണനെ വിട്ടു? ഇനി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഒരു കർമ്മങ്ങളും ശിക്ഷിക്കുന്നില്ല, ഒരു യാഗങ്ങളും ശിക്ഷിക്കുന്നില്ല. തന്റെ അവസാനത്തോട് രക്തം വരെ പറഞ്ഞു സകലവും നിവൃത്തിയായി. ഇനി നീ ഒരു മലയും ചവിട്ടണ്ട, ഒരു നോയമ്പ് നോക്കണ്ട. ഇന്ന് ഒറ്റ കാര്യം: യേശു എനിക്ക് വേണ്ടാണ് മരിച്ചത്. എന്റെ പാപം മുഴുവനും അങ്ങ് ഏറ്റെടുത്തു. എനിക്ക് പകരമായിട്ടാണ് യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും ഈ നിമിഷം ഈ തീരുമാനമെടുത്താൽ ഈ രക്ഷ സൗജന്യമായി ലഭിക്കുന്ന ദിവസമായി ഇപ്പോൾ തന്നെ യേശുവിന്റെ അവസാന രക്തം ഊറ്റി തന്നിട്ട് കർത്താവ് യേശു പ്രാണനെ വിട്ടു. അവസാനം യേശുവിനെ ഒരു കല്ലറയുടെ അകത്ത് യേശുവിനെ അടക്കം ചെയ്തു. നിനക്കറിയാമോ? യേശുവിനെ അടക്കം ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞു. പിലാത്തോസേ ഇവ ജീവിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതോട് പറഞ്ഞു കാവൽക്കോട്ടയെ വിട്ടു തരണം. അങ്ങനെ കാവൽക്കോട്ടയെ വിട്ടുകൊടുത്തു. അങ്ങനെ അതുകൊണ്ട് തീർന്നില്ല. റോമ ഗവൺമെന്റ് ഇമ്പീരിയ മുദ്രയാൽ മുദ്ര ചെയ്യപ്പെട്ടു. എന്നാൽ 3 ദിവസമേ യേശുവിനെ കല്ലറയുടെ അകത്ത് ഒതുക്കുവാൻ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ ദിവസം വിശ്വം മുഴുവൻ ചോദിച്ചുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽ മരിച്ച് കല്ലറകളിൽ അവസാനിച്ച ഒരുവരെയല്ല ഞാൻ ഉയർത്തുന്നത്. നിങ്ങൾക്കറിയാമോ? ലോകം കണ്ട മഹാന്മാരായ അലക്സാണ്ടറും പ്ലേറ്റോയും ജൂലിയസ് സീസറും ഹിറ്റ്ലറും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ജവഹർലാൽ നെഹ്റു അബ്ദുൽ കലാമും വാജ്പേയിയൊക്കെ മരണമെന്ന മഹാസത്യത്തിന് മുമ്പിൽ അവരെല്ലാം തോറ്റുപോയി. അവരെ കല്ലറ അടയ്ക്കപ്പെട്ടപ്പോൾ ഞാൻ ഉയർത്തി കാണിക്കുന്ന യേശുവിനെ കല്ലറ ഇന്നും പാലസ്തീന് തുറന്നു കിടക്കുക. ഒരു സത്യം വിളിച്ചു പറയാ: അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ച ഒരു നേതാവുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ അവരെയാണ് ദേശത്ത് ഉയർത്തുന്നത്. ഇന്ന് പകൽ യേശു ഉയർത്തെഴുന്നേറ്റു. അവസാനം യേശു ഒരു കാര്യം പറഞ്ഞു. താൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സർവ്വ സൃഷ്ടികളോടും എന്നെ പ്രസംഗിക്കണം.
ഈ ദേശത്തൊക്കെ കടന്നു പോകണം, നിങ്ങൾ യേശുവിനെ പ്രസംഗിക്കണം. എന്ത് പറയണം? ഭൂലോകത്തൊക്കെയും പോയി സർവ്വ സൃഷ്ടികളോടും ഈ സുവിശേഷം പറയണം. അതുകൊണ്ടല്ലേ ഞങ്ങളെ ഒത്തിരി പേര് തിരുവോരങ്ങളില്, അതുപോലെ വലിയ രാജ്യങ്ങളില്, പട്ടണങ്ങളില്, സിറ്റികളില്, കവലകളിലൊക്കെ നിന്ന് യേശുവിനെ പ്രസംഗിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ പുറപ്പെട്ടുപോയി സകല സൃഷ്ടികളോടും യേശുവിനെ പ്രസംഗിക്കണം. എന്ത് പറഞ്ഞു? വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് യേശുവിന്റെ കൽപ്പനയാ. ഇന്ന് പകൽ പാപത്തിൽ രക്ഷയ്ക്കൊരൊറ്റ മാർഗമേ ഉള്ളൂ, അത് യേശുവിന്റെ മാർഗമാണ്. എന്നാൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് യേശുവിന്റെ കൽപ്പനയായിരിക്കാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കുന്നവരെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവരെ സ്നാനപ്പെടുത്തെങ്കിൽ മാത്രമേ അവരുടെ നിത്യതയിലേക്ക് പറന്നു പോകാൻ കഴിയത്തുള്ളൂ. തീർന്നില്ല. അതിനുശേഷം യേശു താൻ സ്വർഗ്ഗാരോഹണം ചെയ്ത സമയത്ത് ശിഷ്യന്മാരെല്ലാം അടുക്കൽ വന്നു. യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടു ദൂതന്മാർ എന്ന് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാ ആകാശത്തോട് നോക്കി നിൽക്കുന്നേ? നിങ്ങൾ വിട്ടുപോയ യേശുവില്ലേ? യേശു പോയതുപോലെ മടങ്ങി വരും. അതുകൊണ്ട് ഞാൻ പറയും, അധികം നാള് അച്ഛായ ഇനി കള്ളു കുടിക്കരുത്, ഇനി മദ്യപിക്കരുത്, ഇനി ഇങ്ങനെ പോകല്ല എന്ന് പറയാൻ ഒത്തിരി നാളെ ഞങ്ങൾ കാണത്തില്ല. പക്ഷെ ഒരു കാര്യം വിളിച്ചു പറയാം, ഞങ്ങളുടെ യേശു വരാൻ സമയമായി, യേശു മടങ്ങി വരാൻ സമയമായി. ഇന്ന് പകൽ 10 മൈൽ ദേശത്തോട് ചങ്കുറപ്പോടെ ആവേശത്തോട് നിന്നും വിളിച്ചു പറയുക, യേശു മടങ്ങി വരാൻ സമയമായി. ഇന്ന് പകൽ അവരോടൊപ്പം പറന്നു പോകണമെങ്കിൽ ഒന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ വചനയുടെ വ്യവസ്ഥയിൽ ജീവിച്ചാൽ നിനക്ക് കർത്താവിനൊപ്പം പറന്നു പോകാം. അത് ഒരു കാര്യം പറയട്ടെ, ഇന്ന് പകൽ യേശുപ്പാ പാവിയായ ഒരു മനുഷ്യനാണ്. ഇന്ന് പകൽ ഒരു നിമിഷം എനിക്ക് ആ യേശുവിനെ എന്റെ ഹൃദയത്തിന്റെ അകത്ത് വേണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്ന് പകൽ നിന്റെ ജാതി, വർഗം, വർണ്ണം, പേര് ഒന്നും അറിയണ്ട. ഒരു കാര്യം, ഞാൻ പാവിയൊരു മനുഷ്യനാണ്. യേശുപ്പാ എന്നോട് കരുണ തോന്നണമേ. ഇന്ന് എത്ര പേർക്ക് ഒരു നിമിഷം പറയാൻ കഴിയും? ഇന്ന് പകൽ പറയട്ടെ, ഇന്ന് പകൽ ഒരു നിമിഷം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന മുമ്പായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ യേശുവിലേക്ക് ഹാർദമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുക. നിങ്ങൾക്കറിയാമോ, ഞങ്ങള് ഈ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബ് വഴിയായി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയായി അതുപോലെ ലൈവായി അനേക രാജ്യങ്ങളിലേക്ക് ഈ പ്രസംഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രസംഗത്തിന്റെ കടിയുമെന്ന കമന്റ് കേട്ടാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ടൊക്കെ ഞങ്ങളുടെ പ്രസംഗത്തിന്റെ അടിയിൽ കമന്റ് വരാറുണ്ട്. പക്ഷേ അങ്ങനെ കമന്റ് അടിക്കുന്ന പ്രിയ സഹോദരന്മാരോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാറുണ്ട്, അതുകൊണ്ട് പറയണമല്ലോ. കാരണം സ്നേഹിത, ഒരു കാലത്ത് ഞങ്ങളും ഈ സുവിശേഷത്തിൽ നിന്നവരാ. ഈ നിൽക്കുന്ന ദേവദാസരുടെ കയ്യിലോട്ട് ഈ മൈക്കൊക്കെ കൈമാറി അവർ പറയും, ഞങ്ങൾ ബൈബിൾ കത്തിച്ചവരാ, ഞങ്ങൾ ദേവദാസന്മാരെ അടിച്ചവരാ. പക്ഷേ ഞങ്ങൾ ഈ കവനോട് നിന്നോട് പ്രസംഗിക്കാൻ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തന്നത് യേശുവാ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നീ അങ്ങനെയുള്ള സഹോദരന്മാരെ എത്ര കാര്യങ്ങള് ഫേസ്ബുക്കിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയില് ഞങ്ങൾക്കെതിരെ പ്രതികരിച്ചാലോ സുവിശേഷത്തിന്റെ പ്രസംഗം ഞങ്ങൾ നിർത്തുമെന്ന് ഓർത്തുകൊണ്ട് ആരും എഴുതണ്ട. നീ എത്ര എഴുതിയാലും എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞാലും ഈ സുവിശേഷത്തിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഞങ്ങൾ പേടിയില്ല, ഭയമില്ല, ചങ്കുറപ്പോടെ ആവേശത്തോടെ നിന്നുകൊണ്ട് വീണ്ടും പരിസര സ്ഥലങ്ങളിൽ വീണ്ടും യേശുവിനെ ഉയർത്തുന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. നിങ്ങൾക്കറിയാമോ, സുവിശേഷത്തിന് വേണ്ടി എതിർക്കാത്ത ചക്രവർത്തികളില്ല, രാജാക്കന്മാരില്ല, ഭരണാധികാരികളില്ല. നിങ്ങൾക്കറിയാമോ, സുവിശേഷം പ്രസംഗിച്ച കാരണത്താൽ അനേകരെ അടിച്ചു വന്നിട്ടുണ്ട്, അനേകരെ സിംഹത്തിന് കുകിലിട്ട് കളഞ്ഞു, അനേകരെ തീരകത്തിട്ട് കളഞ്ഞു, അനേകരെ കഴുത്ത് വെട്ടിമാറ്റി, അനേകരെ ചാണകം തിരിച്ചു, അനേകർക്ക് വെള്ളം പോലും കൊടുക്കാതെ തടഞ്ഞു വെച്ചു. പക്ഷേ ഇവിടം കൊണ്ടൊന്നും സുവിശേഷത്തിന്റെ ജൈത്രയാത്ര തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ ഞാൻ പറയാം, ഞങ്ങൾ ഈ ദേശത്തെ യേശു ഉയർത്തുമ്പോഴോ നിങ്ങളെ അടിച്ചാലോ ഇടിച്ചാലോ ഞങ്ങളുടെ കഴുത്തറച്ചോ താഴെയിട്ടാലോ അവിടെ കൂടെ തീരുന്ന മാർഗമുള്ള സുവിശേഷം ഇന്ന് പകൽ ഈ ദേശത്ത് ഞാൻ ഈ സുവിശേഷം ഈ ദേശത്ത് ഉയർത്തുമ്പോൾ ചില സിംഹമാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടായിരിക്കാം, സിംഹയുടെ കഴുത്തുമാണ് അർത്ഥം താഴെയായിരിക്കും. പക്ഷേ സുവിശേഷം തീരുമെന്നോർത്തുകൊണ്ട് ഇതാരും ചെയ്യണ്ട. ഇന്നും ഈ നിമിഷം ഞാനിവിടെ പണിഞ്ഞു മരിച്ചാലും എന്നേക്കാൾ ശക്തന്മാരെ എഴുന്നേൽപ്പിച്ച് നാളെ ഈ ദേശത്തോട് ഈ സുവിശേഷം വിളിച്ചു പറയും. ഈ സുവിശേഷത്തെ ജൈത്രയാത്ര തടയാൻ ലോകത്തെ ഒരു ശക്തികൾക്ക് കണ്ടില്ല.
സ്നേഹിക്കുമെന്ന് ആ സാന്നിധ്യമേ ഇന്ന് ഞാൻ വിളിച്ചു പറയാ. സുവിശേഷം. അതുകൊണ്ട് ഇന്ന് പകൽ ഒരു നിമിഷം പറയാൻ യേശുപ്പാ, ഒരു പാവിയായ മനുഷ്യനാണ്. എന്റെ ജീവിതത്തിന്റെ അകത്ത് നാളെ ഞാൻ ആത്മഹത്യയോട് കാത്തിരിക്കുക. എന്റെ ജീവിതത്തിൽ കടഭാരത്താൽ നിന്നൊരു വ്യക്തിയാണ് ഞാൻ. അല്ല, എന്റെ ജീവിതത്തില് സമാധാനം നഷ്ടപ്പെട്ടു പോയി. എന്റെ ഭർത്താവ് എന്നെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ ഭാര്യ എന്നെ തള്ളിക്കളഞ്ഞു, എന്റെ മക്കളെ ഉപേക്ഷിച്ചു. ഇനി എനിക്ക് ജീവിക്കണ്ട. സ്നേഹിത, ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും യേശുവിനെ സ്നേഹിക്കുക. ആ യേശുവിനെ സ്നേഹിക്കുക. അതുകൊണ്ട് ഇന്ന് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക ഞാൻ ഒപ്പമായിരിക്കുന്ന ദൈവസഭയിൽ നന്ദി പറയുകയാണ്. അവർക്ക് 10, 60, 80 വയസ്സ് പ്രായമുള്ള ദൈവദാസന്മാർ ഈ കവരദൂരിൽ നിന്നുകൊണ്ട് ഇതൊക്കെ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. എന്തെന്നറിയുമോ, ഈ ഭൂമിയിലൊന്നും കിട്ടിയിട്ടല്ല, ഞങ്ങൾ നിത്യമായ ജീവൻ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ സ്നേഹിത പറയട്ടെ, ആ യേശുവിലേക്ക് കണ്ടുപോയ സ്വാഗതം ചെയ്യുക. ആത്മഹത്യ ഒന്നിന് പരിഹാരമല്ല കേട്ടോ, ആത്മഹത്യ ഒന്നിന് പരിഹാരമല്ല. ഒരു കാര്യമുണ്ട്, ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു നിന്റെ അടുക്കൽ വരുന്ന മകന പറഞ്ഞേ, യേശുപ്പാ, ഞാനൊരു പാപിയാ. എന്റെ ജീവിതത്തില് ഇതുവരെ യേശു ആരെന്നറിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി മരിച്ചവനാ. എന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഒരു നിമിഷം ശാന്തമായി ഈ സാഹചര്യ സമയത്ത് നിങ്ങൾ ഭവനത്തിനകത്തായിരിക്കും, ഒന്നും ഞാൻ അറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുക. ശക്തോട് ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വിളിച്ചു പറയുക. ഇന്ന് പകൽ സഹോദരി സഹോദര, ആത്മഹത്യ ചെയ്യരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു നിന്റെ അടുക്കലുണ്ട്. തീരെ രോഗത്താൽ ഭയപ്പെടുന്ന വ്യക്തിയാണോ, എല്ലാം തീർന്നു പറഞ്ഞ വ്യക്തിയാണോ, യേശു നിന്നെ സ്നേഹിക്കുക. അതുകൊണ്ട് ആ ഹൃദയത്തോട് കൈ ചേർത്ത് പിടിച്ച്, യേശുപ്പാ, ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ഞാൻ സ്നേഹിക്കുന്ന സ്വർഗ നല്ല പിതാവേ, ഇന്ന് പകൽ അപ്പാ, ഈ വചനം കേട്ട ആരെങ്കിലും അവരുടെ ജീവിത സമാധാനമില്ലാതെ, രാത്രിയിൽ ഉറങ്ങുവാൻ പോലും കഴിയാതെ വലിയ പ്രയാസത്തോടായിരിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ. യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ കുടുംബത്തിൽ വ്യാപരികരണ എല്ലാ ആത്മഹത്യ പ്രവണതകൾ യേശുവിന്റെ നാമത്തോട് മാറിപ്പോകട്ടെ. ഇന്ന് പകൽ ഈ ദേശത്തെ കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർ കൃഷി സമ്പത്ത്, മൃഗസമ്പത്ത്, ജോലി സർവത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, എല്ലാ മഹത്വവും പുകഴ്ചയും യേശുവിന് തരുന്നു. പ്രാർത്ഥനയായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തിന് രക്ഷയില്ല, രക്ഷിക്കപ്പെടുന്ന ആകാശത്തിന് കീഴെ മനുഷ്യന് നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വഴിയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും, വിശ്വസിക്കാതെ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്വർഗീയ പിതാവാം ദൈവമേ, സ്തുതിക്കുന്ന വാഴ്ത്തുന്നതിന്റെ അഭിഷേകത്തിനോട് ശക്തമായ നിലകളിൽ ദേശത്ത് കർത്താവിന്റെ മാറ്റമുള്ള സുവിശേഷത്തെ പങ്കുവയ്ക്കുവാൻ ആനുകാലിക സംഭവത്തോട് ബന്ധത്തിൽ കർത്താവ് ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇതുവരെയും കർത്താവിന്റെ ഇടങ്ങളിൽ ഈ സന്ദേശം പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും സഹായിച്ച ദയക്കായി സ്തോത്രം. കാലാവസ്ഥ നിയന്ത്രിച്ചുവല്ലോ. അതിന് കേട്ട എല്ലാവരുടെ പേര് കർത്താവിന്റെ കൃപ വ്യാപരിക്കണമേ. മനസ്സ് നയിക്കണം. പാപത്തെ ബോധം ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് നിരാശയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന്, നിത്യശിക്ഷയിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. അനാചാര അന്ധവിശ്വാസം പാരമ്പര്യങ്ങളെല്ലാം രക്ഷിക്കപ്പെടുവാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് വിടുവിക്കപ്പെടാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടല്ലോ ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ പിതാവേ, ആമേൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികൾക്ക് സുഖം നൽകുന്നു. യേശു ക്രിസ്തു ഭൂതബാധയിൽ വിടുവിക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധയാലോ നൽകുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി വീണ്ടും വരുന്നു. എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ശ്രദ്ധിച്ചെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.